അതില് പിന്നെ അവന്റെ കൂടെ ഇപ്പൊ ഒരാളും കൂടെ ഉണ്ട്, ഡാൻസർ അവനാണ് പിന്നെ ഇട്ടോണ്ടിരിക്കുന്നത്. അതിന് ഇടാൻ പറ്റത്തില്ലല്ലോ ഇനി, അതിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇടാം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോ ഇനി ഇടുന്നില്ല. അപ്പൊ ആ കാര്യങ്ങൾ ഇവന് പറയാനുള്ള കാര്യം കൂടെ അവൻ എനിക്ക് അതുലിനെ അറിയത്തില്ല. ആരാ അതുല്? എന്റെ പൊന്ന് ചേച്ചി, നിങ്ങൾ എന്തൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്? അവൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇടുക എന്നുള്ള രീതിയിലാണ്. ആര് പറഞ്ഞു ചേച്ചിയുടെ അടുത്ത് അവൻ ഇടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ്? അവൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നിട്ട് ഞങ്ങളോട് പുറത്ത് നിന്നപ്പോൾ പോലീസുകാർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമാണ്, ഈ ചെറുക്കൻ ഒരിക്കലും ഒത്തുതീർപ്പിന് തയ്യാറാവുന്നില്ല, ഒന്ന് പറയാവൂ എന്ന് ചോദിച്ചു. രേണുവിന്റെ അച്ഛൻ ഇവനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് സംസാരമാണ്. ഇവൻ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അങ്ങേര് ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുക. സത്യം പറഞ്ഞില്ല, ഇവൻ പറയുന്ന ഓരോ പോയിന്റും അതുപോലത്തെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെ. അവന്റെ അടുത്തിട്ടാണോ ചേച്ചി പോലീസുകാർ പറഞ്ഞത് അതായത് എന്താ വീഡിയോ ഇടണ്ടെന്നുള്ള രീതിയിലാണ്? ചേച്ചി എന്ത് ചെയ്യും വന്നിട്ട് ഈ പറയുന്നത്? വല്ല അറിഞ്ഞിട്ടാണോ അവൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, സാറേ ഞാൻ എന്തായാലും വീഡിയോ ഇടും, എനിക്ക് ഇട്ടേ പറ്റത്തുള്ളൂ. അവൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും രേണുവിന്റെ ഓരോ വിഷയങ്ങളും ഇങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു മനസ്സിലായോ? എന്നിട്ട് ഇപ്പം അവൻ ഇടാൻ പറ്റാത്തത് ഞാൻ ഇടുവാന്ന് പറയുമ്പോൾ എന്ത് ചേച്ചി? എനിക്ക് എന്നോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. സോഷ്യൽ മീഡിയ നിങ്ങൾ എന്തൊക്കെ വന്ന് കാണിച്ചിട്ടുണ്ടോ അതെല്ലാം പക്കയായിട്ട് ഇടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഓരോ വ്യക്തികൾ, നിങ്ങൾ ഓരോരുത്തർ അക്കൗണ്ട് എടുത്ത് നോക്ക്. ഞാൻ നിങ്ങളോട് എല്ലാം ഒന്ന് ചോദിച്ചോട്ടെ, ഈ അടുത്ത സമയത്ത് സുധിച്ചേട്ടൻ, അതായത് ഈ രേണുവിന്റെ ഹസ്ബൻഡ് സുധിച്ചേട്ടൻ മരിച്ച ആണ്ട് സമയത്ത് ഒരു പറഞ്ഞു രേണു കരയില്ലെന്ന് ഇങ്ങനെ തോരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന രേണു ഇപ്പൊ എന്തിനാ ഇന്ന് കരയുന്നേ? രേണു കരഞ്ഞാൽ ആൾക്കാർക്ക് ഒരു സിമ്പതി കിട്ടും. ആ സിമ്പതി പിടിച്ച് കയറാനാണ് ഇപ്പൊ ഏത് നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ ഇങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ നാടകം കളിക്കുന്നത്? 24-ാം തീയതി ഈ രേണുവിനെ പോലീസുകാർ വിളിച്ച് ചോദിച്ചാണ് ഇന്ന പോലെ 24-ാം തീയതി 23-ാം തീയതി ഇന്ന പോലെ അതുലി 24-ാം തീയതി വരുന്നുണ്ട്. ആദ്യം 30-ാം തീയതി വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുലിന് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് 24-ാം തീയതി ആണെന്ന് പറഞ്ഞ് വിളിച്ച് ചോദിച്ചിട്ടാണ് അവൻ ട്രിവാൻഡ്രത്ത് നിന്ന് 3 മണിയായപ്പോൾ അവൻ ട്രെയിൻ കയറിയതാണ്. അവൻ 3 മണിക്ക് ട്രെയിൻ കയറി 8 മണി 8:30 ആയപ്പോൾ കായംകുളത്ത് വന്നു. ആ സമയത്താണ് ഞാൻ പുറകിന് കയറിയത്. അവന് സ്ലീപ്പർ ആയിരുന്നു, ഓർഡർ വരുമായിരുന്നു. അവസാനം അവന് ഉറക്കം വന്നിട്ട് നടുവേനെ എടുത്ത് അവൻ എണ്ണിച്ചിരിക്കുമായിരുന്നു. ഞാനപ്പോൾ ജനറലായിരുന്നു. അത്രയും ദൂരം അവൻ ട്രാവൽ ചെയ്ത് വന്നത്. ഒന്നും ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അവന്. ഞാൻ അത് ഇവിടെ കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. അവൻ അവിടെ നിന്ന് ഇവിടം വരെ അവൻ വന്ന് അവിടെ ഒരു 11:30 ആയപ്പോൾ എത്തിയപ്പോൾ രേണു അവിടെ വന്നില്ല. രേണുവിന് ഷൂട്ട് ഉണ്ടെന്ന്. പിന്നെ എന്തിനാണ് രേണു വിളിപ്പിച്ചത്? എന്നിട്ട് രേണുവിന്റെ അച്ഛനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് പോലീസുകാരുമായിട്ട് സംസാരമായി കാര്യങ്ങളായി. അപ്പോഴത്തേക്ക് പോലീസുകാരൻ വന്നിട്ടാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ഇന്ന പോലെ തയ്യാറാവുന്നില്ല എന്നുള്ള രീതി. അവൻ സ്ട്രോങ് ആയിട്ട് നിന്നു, ആ ഒരു വിഷയത്തിൽ ഉറച്ചു നിന്നു, അവനെ ചെയ്യും എന്നുള്ള രീതിയിലാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, ഇവരിപ്പം മാനസിക രോഗിയെന്നത് അച്ഛൻ പറയുന്നുണ്ട്. പിന്നെ പ്രഗ്നന്റ് ആയ സമയത്ത് അവർക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ശ്രുതി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനത് ഓൾറെഡി എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഗർഭിണി ഈ കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്ക് ചില സ്ത്രീകൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ 3-4 മാസമൊക്കെ ഉണ്ടാവും. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് സപ്പോർട്ടായിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ മോശമായിട്ട് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറയുന്നത് ചേച്ചി ആണെങ്കിലും ഞാൻ അത്ര അവരെ കുറ്റം പറയല്ല, അവരാണെങ്കിലും ഇവരാണെങ്കിലും മറ്റവരാണെങ്കിലും ഈ അതിൽ മാത്രം എന്തിനാ? അതിൽ അത്ര വലിയ ദ്രോഹമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പള്ളിയിലച്ഛൻ്റെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാസ്റ്റർ ബിനു, ആദ്യം ഇവനാ കൊണ്ടുവന്നെന്ന് പറയാം. പാസ്റ്റർ ബിനുവിന്റെ വിഷയം വേറൊരാളാണ് കൊണ്ടുവന്നത്. പക്ഷെ തപ്പിപ്പോയപ്പോൾ വെൽഡർ ബിനുവിനെ കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവർക്ക് നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞാന്ന് അറിയുകയൊക്കെ ചെയ്തത്. നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന എൻ്റെ ചേച്ചി സോഷ്യൽ മീഡിയ വന്നിട്ട് എൻ്റെ സുധിച്ചേട്ടൻ പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ കള്ളങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ ഇതിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾ, മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അതാണ് സ്നേഹിച്ചിട്ടുള്ളൂ. ആൾക്കാരെ വെറും മണ്ടരാക്കുന്ന രീതിയിൽ സംസാരിക്കും. നിങ്ങളുടെ ആൾക്കാരൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചിലപ്പോൾ ഈ സുധിച്ചേട്ടൻ്റെ ബന്ധത്തിലുള്ളവർ വരെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തോ ഈ പറയുന്നതെന്നും പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് മീഡിയ വന്ന് ഞങ്ങളുടെ പേര് പറയാനൊന്നും താല്പര്യമില്ലെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും എൻ്റെ പൊടി ചേച്ചി അങ്ങനെ കുനിങ്ങുന്ന ഒരു എന വല്ലാതെ ഞാൻ ഉള്ള കാര്യം പറയാം. എന്നാലും ചേച്ചിയുടെ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരാം. ഏതാ മറ്റേ GST അടക്കുന്ന രീതിയിലൊക്കെ അല്ലേ? പോലീസ് സ്റ്റേഷനിലോട്ട് കയറിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ ആയിരുന്നു കൂടുതൽ നിന്ന്. അവരൊരു രേണു വന്ന സമയത്ത് ഒരു കാറൊക്കെ നിങ്ങൾ കണ്ടില്ല, ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് അതിനകത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ പക്കയായിട്ട് കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്തായിരുന്നു. കാരണം അവൻ്റെ ഭാഗത്ത് തെറ്റില്ല. അവൻ ആരെങ്ങനെ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. രേണുവിൻ്റെ അച്ഛൻ പറഞ്ഞത് എൻ്റെ മോളെ ചുണ്ടലി എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തെന്ന് പറയുകയും ചെയ്തപ്പം അവനവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാ, വെച്ച കണ്ണാടി ഊരി കാണിക്കുകയും ചെയ്ത്. എന്നുവെച്ചാൽ അവൻ സാർ എന്നെ ഫേസിലോട്ട് ശ്രദ്ധിക്കാനാണ് പറയുന്നത്.
കാരണം അവൻ എങ്ങനെ ഇരുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവനൊരു ആക്സിഡന്റ് പറ്റി അവൻ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി, പല കാര്യങ്ങളും നിങ്ങൾക്ക് ആർക്കും അറിയാത്ത പല കാര്യങ്ങളും എനിക്ക് എൻ്റെ കുറച്ച് കൂട്ടുകാർക്കും അറിയാം. അവനും ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് എല്ലാം അറിയാം എൻ്റെ എല്ലാ കാര്യങ്ങളും. അവൻ പറയുന്ന സാർ ഞാൻ ഈ ഒരു ഫേസ് വെച്ചിട്ട് ഞാൻ അവരെ അങ്ങനെ പറയുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ അച്ഛനൊരു അക്ഷരം മിണ്ടിയില്ല. പുള്ളി അവിടെ മിണ്ടാതെ ഉത്തരം മുട്ടിപ്പോയി. പിന്നെ 200, 250, 300 രൂപ, 230 രൂപയ്ക്ക് എൻ്റെ മോള് കഷ്ടപ്പെടുന്ന സാറേ, ഞങ്ങൾ അതുകൊണ്ട് കഴിഞ്ഞു പോവുകയാണെന്ന് അച്ഛൻ്റെ പറച്ചിൽ കേട്ടപ്പം അച്ഛൻ്റെ രോദനമാണോ എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. ആ മനുഷ്യൻ്റെ ഓരോ വർത്താനം കേൾക്കണമായിരുന്നു സത്യമായി. ഒരാളെ താഴ്ത്താൻ വേണ്ടി ഇതുപോലെ വന്നിട്ട് ഓരോ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വെക്കാം. പരാതി കൊണ്ട് ചെന്നപ്പോഴത്തേന് ഇവിടുത്തെ സാർമാർ ഞങ്ങളെ കിടന്ന് ദേഷിക്കുക, ഞങ്ങളുടെ നേരെ ദേഷിക്കുക. അവൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും പരാതി കൊടുക്കുന്നില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവർ ഇനി ഞങ്ങൾ കോടതി മാത്രമേ പോകുന്നുള്ളൂ. കാരണം ഞങ്ങൾ അതിനാവശ്യമില്ല. ഞങ്ങൾക്ക് നിയമത്തിൽ ഇതുള്ളവർ വിശ്വാസമുള്ളതുകൊണ്ട് മാത്രമേ ഞങ്ങൾ പരാതി കൊടുക്കൂ. പോലീസുകാരവരോട് ചൂടായെന്നുള്ള രീതിയിലാണ് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയപ്പം ഞാൻ കേട്ടതൊക്കെ വെച്ച് നോക്കി. ഇപ്പം നേരത്തെ ആൾക്കാരൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ആൾക്കാരാണ്, കലിപ്പാണ്, മറ്റാണെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു. ഇതൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മളോട് പെരുമാറിയ രീതി എന്നൊക്കെ പറഞ്ഞാൽ അത്ര മര്യാദയായിട്ട് തന്നെ ഞാൻ ആലോചിച്ച് നോക്കി. ഞാൻ പല പോലീസ് സ്റ്റേഷനിലും പോയിട്ടുണ്ട്. ഞാനൊരു യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റാണ്. സീരിയസ്ലി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഞാൻ ഇപ്പോൾ കുറച്ച് ആക്റ്റീവ് അല്ലെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഹരിപ്പാട് എനിക്കൊരു സ്ഥാനമുണ്ട്. ഞാൻ പല പ്രശ്നങ്ങളും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, പലതും സംസാരിച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ നല്ലത് മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ പാർട്ടി ലെവലിലും നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായി. എനിക്കറിയാവുന്ന കുറച്ച് ടീംസിനോടൊക്കെ. ഓക്കെ, ഒരു കാര്യം കൂടെ, ഈ രേണു ചേച്ചിയുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ ഒരു ഫോണും തൂക്കി വെച്ചുകൊണ്ട് നടക്കുന്ന ടീംസായിട്ട് ഞങ്ങളെ കൂട്ടണ്ട. അതുകൊണ്ടാണെങ്കിൽ അവനൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ അച്ഛൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അവനാണ് നോക്കി നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഞാനൊരു ഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലൊക്കെ രേണു ഒരു വീഡിയോക്ക് അതിങ്ങനെ മൈക്ക് ഒരു കോലും തൂക്കിക്കൊണ്ട് നടക്കുന്നതായിട്ട് ഇങ്ങനെ പുച്ഛിക്കുമ്പോഴേ നമ്മളൊക്കെ അങ്ങനത്തെ ഒരു തരവാന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. പറഞ്ഞു മനസ്സിലായോ? എനിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ജോലിക്ക് പോകും, എപ്പോൾ വേണമെങ്കിലും ഷിപ്പിൽ കയറുകയും ചെയ്യാം. അതിലൊരു കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ലീവ് എടുത്തിരിക്കുക. ഞാൻ ഉള്ള സമയത്ത് ചേച്ചി എന്ത് നെഗറ്റീവ് ആണ് കാണിച്ചാലും ഞാനത് ഓപ്പണായിട്ട് തുറന്ന് പറയുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ചേച്ചി നമ്മളിവിടെ നിന്നിട്ട് നിങ്ങളെ പേടിച്ചിട്ട് ഇവിടെ ആർക്കും ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളത് കാണുക. തെറ്റല്ലെന്നാണ് അവര് പറഞ്ഞ ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല. ഒരു മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ വിഷമില്ല. ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏത് പോലീസ് സ്റ്റേഷൻ? ഇവിടുത്താണ് ചങ്ങനാശ്ശേരി. വക്കീലിനെ കണ്ടിട്ട് ഒരു നിയമോപദേശം നേടായിരുന്നു. ശരിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് എന്താണ് സംഭവം. ഞങ്ങൾ പരാതിക്കാരാണ്, പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാണ് ഞങ്ങൾ പരാതിക്കാരാണ്. എന്തിനാ ദേഷ്യപ്പെട്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരു കള്ളനായ ഒരു എന്താ പള്ളിയിലച്ഛനെ കൊണ്ട് സ്വന്തം ഭർത്താവിനെ അടക്കിച്ചതാണോ? അത് വിളിച്ചു പറഞ്ഞതാണോ ഏറ്റവും വലിയ തെറ്റ്? അവൻ ലോക ഫ്രോഡ്. അവൻ ഉള്ള പൈസയും കാര്യങ്ങളും തട്ടിപ്പ് നടത്തുന്ന ഒരുത്തനാണ്. അവന്റെ കൈക്കാരനായിട്ട് അങ്ങാണ്ട് അവർ അച്ഛനങ്ങാണ്ട് അവിടെ നിൽക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ പൈസയും മേടിച്ചിട്ട് ഉള്ള കടവും കാര്യങ്ങളും ഒക്കെ പലിശയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ അവൻ വിളിച്ചു പറഞ്ഞു. അതാണ് ഇവർക്ക് കൂടുതലും കൊള്ളാൻ കാര്യം. പിന്നെ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുവാണെങ്കിൽ ഭയങ്കര വിഷയമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇതൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ എൻ്റെ പൊന്നു ചേച്ചി ഈ ഇടയ്ക്ക് ബാഗിൻ്റെയും എൻ്റെ കുഞ്ഞിന് കുറേ കാര്യങ്ങൾ അച്ഛൻ ചെയ്തെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ കൊളാബൊക്കെ എടുത്ത് നോക്കണം. അതിനകത്ത് ഈ പറയുന്ന ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ ഒരു ഫേഷ്യൽ ചെയ്യുന്നതിന് എത്ര രൂപയെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. മീൻസ് അത് ചേച്ചി പ്രൊമോഷൻ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ പ്രൊമോഷന് തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു എമൗണ്ട് കിട്ടും. പിന്നെ ഓരോരുത്തരും പറയുന്നത് 230 കണക്കൊക്കെ പറയുമ്പോൾ ചിലവർ പറയുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ 5000 രൂപയാണ് ഒരു ഇന്റർവ്യൂവിന് അവർ മേടിക്കുന്നത്. ഇപ്പോൾ അത് 15 ആക്കിയെന്നും സംസാരിക്കുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കൊണ്ട് നിങ്ങൾക്ക് ആ സത്യം പറഞ്ഞാൽ ഗുണം. സത്യം പറഞ്ഞാൽ എല്ലാവരും അവിടെ വരുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ നീയൊക്കെ കൂടെ അല്ലേ ഇവരെ വളർത്തിയത്? ഒരു ചേട്ടൻ വന്നിട്ട് ചോദിക്കുക, ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, അവൾ നമ്മുടെ നാട്ടുകാരിയാണ്, പക്ഷെ നിന്നെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ് വീഡിയോസ് ഒന്നും കാണാറില്ല. എൻ്റെ പൊന്നു മോനെ നമ്മൾ ഫോൺ എടുത്ത് കുത്തു. ഇവിടെ ഗാനം വരുമ്പോൾ നമ്മൾ അങ്ങ് മാറ്റി വരും. ഞാൻ പറഞ്ഞു ഇനി വരുമ്പോൾ നിങ്ങൾ കുത്തി നോക്കണം നമ്മളൊക്കെ ഉണ്ടോ ഇനി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടന്മാർ അവിടെ നിന്ന് ഒരു 5-6 സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടി. ഉള്ള കാര്യം പറയാമല്ലോ. പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ചേട്ടാ എന്നോട് ആരെങ്കിലും സംസാരിക്കുന്ന എൻ്റെ ചാനൽ ഇതാണ്, ഒന്ന് സബ് ചെയ്യുക. അതിപ്പോഴും ഉണ്ട് ആ ശീലം എനിക്ക്. അങ്ങനെ അവൻ്റെ ഞങ്ങൾ പുറത്ത് അതിൻ്റെ അകത്ത് കിടന്ന് കുറേ സംസാരിക്കുമ്പോൾ പുറത്ത് ഞാൻ കുറേ ആൾക്കാരുമായിട്ട് സംസാരിക്കും, കുറേ ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുക. അതായിരുന്നു പരിപാടി. ഓക്കെ, നമുക്ക് ഇനി ബാക്കിയും കൂടെ വെക്കാം. പരാതിക്കാരാണ് ഞങ്ങളെ കിടന്ന് ദേഷ്യപ്പെട്ടാണ് അവര് വിട്ടത് പോലീസ് സ്റ്റേഷനിൽ. ഉള്ള കാര്യമാണ് പറയുന്നത്. അതിലൊന്നീ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇന്ന് അതിൽ ഇവിടെ വരണമെന്ന് പറഞ്ഞതാ. പക്ഷെ ഇന്ന് അവൻ വന്നിട്ടില്ല. അവൻ ചെയ്ത ദ്രോഹം ഞങ്ങളാരും അവനോട് ഒന്നും തെറ്റല്ലെന്നാണ് ഇവര് പറയുന്നത്. നിങ്ങൾ പറ, ഞാൻ അവനോട് പോയിട്ടില്ല.
അവൻ എന്റെ ഫേക്ക് ഐ ഡി ആണോ? എനിക്ക് അവൻ ഒരു ചാറ്റും ചെയ്തിട്ടില്ല. രേണുവിന്റെ ചേച്ചിയുടെ കള്ളത്തരങ്ങളും ചാറ്റ് അവനുമായിട്ടുള്ള ചാറ്റ് അതൊന്നും വൾഗറല്ലെന്നാണ് അവന് ഞാൻ വീഡിയോ കോൾ ചെയ്തു എന്നും പറഞ്ഞ് അവൻ അത് പബ്ലിക്കായിട്ട് അവൻ ഇട്ടേക്കുവാ. എന്റെ ഒരു എന്റെ പൊന്ന് ചേച്ചി, നിങ്ങൾക്ക് തോന്നുമ്പോൾ വരാനും പോകാനും ഉള്ളതാണോ പോലീസ് സ്റ്റേഷൻ? ഞാൻ അറിയാൻ പറ്റത്തോട്ട് ചോദിക്കുക. ഒരു ഡേറ്റ് 24-ാം തീയതി പറഞ്ഞൊരു ഡേറ്റ് കൊടുത്തിട്ട് അവൻ ട്രിവാൻഡ്രത്ത് നമ്മൾ ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും വന്നോ? ഷൂട്ടിങ്ങിന് പോകാനാണെങ്കിൽ അത് പറയണമായിരുന്നു. ഷൂട്ടിങ്ങിന് പോകാനായിരുന്നെങ്കിൽ രേഷ്മ പി തങ്കപ്പൻ എന്നും പറഞ്ഞിട്ടാണ് അവിടെ കംപ്ലൈന്റും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്തത്. എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? നിങ്ങൾക്ക് തോന്നുമ്പോൾ വരാനും പോകാനുള്ളൂ. അപ്പം അവനെ അതുപോലെ അങ്ങ് കാണിച്ചെന്ന് കൂട്ടിയാൽ മതി. അവനെ വക്കീൽ പറയും ചെയ്ത് പോകണ്ട. അവൻ്റെ കറക്റ്റ് ഒരു കാര്യം അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ചേച്ചി പറഞ്ഞ് മനസ്സിലായോ? അവൻ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ പറയാം. ചേച്ചി ഏത് കോടതി വേണമെങ്കിലും പോയിക്കോ. പിന്നെ ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവനായിട്ട് വീഡിയോ കോൾ ചെയ്തില്ല, വീഡിയോ കോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, അവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് ഇവരിങ്ങനെ തോരെ പ്രസംഗിക്കുന്നുണ്ടല്ലോ. അതിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം. ഞാൻ അവനോട് പറയുകയും ചെയ്ത് അത് കളയല്ലേ എടാ, റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണേന്ന് ഞാൻ അവനോട് പറയുകയും ചെയ്ത് അതിന്റെ റെക്കോർഡ് ഞാനിവിടെ വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിലാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല ഗൈസ്. അപ്പോൾ ആ റെക്കോർഡ് കാണിച്ചു തരാവേ. നിങ്ങൾക്ക് കാണാമല്ലോ അവരുടെ അക്കൗണ്ട് അതിനകത്ത് കൊളാബ് ചെയ്തേക്കുന്നത് അതിൻ്റെ അടുത്തൊരു ലവ് ചിഹ്നം ഇവനങ്ങോട്ട് ഇട്ടേക്കുന്നത്. പിന്നെ അതിന് അവർ തിരിച്ചൊരു ലവ് ചിഹ്നം ഇട്ടേക്കുന്നത്. പിന്നെ അവരൊരു വീഡിയോ കോൾ ചെയ്തേക്കുന്നത്. മെയ് 19-ാം തീയതിയാണ് അവർ കൊളാബും കാര്യമൊക്കെ ചെയ്തത്. ഈ പറഞ്ഞ ജൂൺ 11 വീഡിയോ കോൾ ചെയ്യുന്നത്. എന്താ വിളിച്ചതെന്ന് ഞാൻ ഇപ്പോഴാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചത് എന്ന് പറഞ്ഞ് അവനൊരു വീഡിയോയുടെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് രേണുവിൻ്റെ ചേച്ചിയുടെ ഒറിജിനൽ അക്കൗണ്ടാണ്. കൊല്ലം സുധിയുടെ ചേട്ടൻ്റെ ചേച്ചിയും ചേട്ടനും, കൊല്ലം സുധി ചേട്ടൻ്റെ ചേച്ചിയും ചേട്ടനും. മിസ് യു സുധി ചേട്ടാ. നാണമില്ലേ? കാരണം ജീവിച്ചിരുന്ന സമയത്ത് ഒരാഴ്ച മുമ്പ് ആ വീടിന്റെ ചുറ്റുവിട്ട് ഓടിച്ച ടീംസുകളാണ്. നീ പോകുന്ന പോയിക്ക് തൊലഞ്ഞു പോകുന്നവരെ പറഞ്ഞ ടീംസുകളാണ് നിങ്ങളൊക്കെ. നാട്ടുകാർ പറയുന്നത് കേൾക്കണം. ഓക്കെ, ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തിനാ ഇനി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയ പറയുന്ന ഓരോ കള്ളങ്ങൾ പൊളിച്ചെടുത്ത് പറയുമ്പോൾ നിനക്കൊക്കെ വേറെ പണിയില്ലേ, ജോലിയില്ലേ, കൂലിയില്ലേ, തന്തയില്ലേ, തള്ളയില്ലേ, മറ്റേതാണ് മറിച്ചാണ്, നിന്റെയൊക്കെ വീട്ടുകാർ ഇങ്ങനെ കഴിഞ്ഞാടി നടക്കുമെന്നൊക്കെ പറയുന്ന ഓരോ ചെറ്റകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇരുന്ന് കുറെ കുറച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ. എടാ, നിന്നെ അവന്മാരെയൊക്കെ ഇങ്ങനെ പറ്റിച്ച് നടക്കുന്നത്. ഇതിനെയൊക്കെ ഞാൻ എന്തോ പറയണം? ഇതൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഓരോരുത്തരെ വെറും മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ളവർ എന്ത് ചെയ്യണം? കണ്ണീരും അതുമൊക്കെ ഒലിപ്പിച്ച് നടന്നിട്ട് നിങ്ങളുടെ സിമ്പതിയും പറ്റി പഠിച്ചിട്ട് നാളെ ഇതുപോലുള്ള എന്താ പറയട്ടെ, ചേച്ചി കാണിച്ച വേല എന്താണെന്ന് വെച്ചാൽ ഒരു ബെറ്റിംഗ് ആപ്പും പോട്ടെ, ഒരു വീട് 500 രൂപയ്ക്ക് ഒരു വീട് സ്വന്തമാക്കാന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള കള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരെ പോലുള്ളവരൊക്കെ എന്തിനാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാനതാ ചോദിക്കുന്നത്. വെറുതെ ഇവർക്ക് വേണ്ടി പാലായിട്ട് ഞങ്ങളൊക്കെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ നീയൊക്കെ, ഞാനൊരു കാര്യം പറയാം, നീയൊക്കെ പറയുമല്ലോ നിനക്കൊക്കെ വേറെ പണിയില്ലെന്ന്. സ്ഥിരം കുറെ എണ്ണം വന്നിട്ട് നേരത്തെ കമന്റ് ഇടുന്നുണ്ട് നിനക്കൊക്കെ പണിയില്ല, നിനക്കൊക്കെ വേറെ പണിയില്ലെന്ന്. ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ എന്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് നിനക്ക് കമന്റ് ഇട്ട് നിന്റെ സമയം കളയുന്ന സമയത്ത് പോയി വല്ല തെങ്ങും ചവിട്ടിയിലോ അല്ലെങ്കിൽ വല്ല ചീനിക്കമ്പുകൾ കപ്പ പോയി നാട് അത് കിളുത്ത് വരുമ്പോൾ പറിച്ചിട്ട് പുഴുങ്ങിയെങ്കിലും തിന്ന. ഞാൻ പിന്നെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ അവിടെയൊക്കെ. അഥവാ ചെയ്തില്ലെങ്കിൽ കുറച്ച് വളവെങ്കിലും ഇടുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായി? നമുക്ക് അത്യാവശ്യം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതായിട്ട് പോകുന്നുമുണ്ട്. നീയൊക്കെ എന്താ ചെയ്യുന്നത്? ഫേക്ക് ഐഡി കൂടെ കമന്റ് ഇടാതെ വെറും നാണവും കേട്ട കുറെ ടീംസുകളുണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളെ കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി. ഇതുകൂട്ട് നെഗറ്റീവ് അടിക്കും നിങ്ങളെയൊക്കെ പറ്റിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. വയനാട്ടിലെ ഈ സമയത്ത് പറയാൻ പറ്റിയ കാര്യം, വയനാട്ടിലെ മുണ്ടക്കലിലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണല്ലോ കഴിഞ്ഞ വട്ടം ചെയ്തത്. ഇപ്പോൾ അവരുടെ അവസ്ഥയൊന്ന് പോയി ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ഈ ഒരു സമയത്ത്. കാരണം എന്ന് വെച്ചാൽ ആ വിഷയത്തിന്റെ കണ്ടന്റ് ഒക്കെ ചെയ്ത ഒരു മനുഷ്യനും കാണുന്നില്ല. ഇതൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ അതും കൂടെ പറഞ്ഞുള്ളൂ, പറ്റുവാണെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അതും കൂടെ ഒന്ന് ചെയ്യും. വക്കീൽ പറഞ്ഞ പോലെ ഈ കേസ് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിന് സാധ്യത ഉണ്ടോ വക്കീൽ പറഞ്ഞു? സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ബാക്കി കാര്യം തീരുമാനിക്കാനാണ് പറഞ്ഞത്. ശരി. ഓക്കെ, പിന്നെ ഇനി ഒരുപാട് ക്ലിപ്പുണ്ട്. എന്റെ സുധിച്ചേട്ടന്റെ കാര്യം പറയുന്നത്, ഞാൻ എത്ര കിട്ടിയാലും നിങ്ങൾക്ക് എന്താണ്, അതെന്താണ്, മറ്റാണ്, മാടയാണ്, കോടതി കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കിട്ടിയാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ സംസാരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു മനുഷ്യനാണ് ഞാൻ. 10 കെട്ടിയാലും 12 കെട്ടിയാലും ഇവന്മാർക്ക് എന്നതിന് എന്റെ മരിച്ചുപോയ എന്റെ സുധിച്ചേട്ടനും ഇല്ല പ്രശ്നം. ഇനിയിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല. പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ? CBI-യോ എന്റെ പുറകെ നടക്കാൻ? ഇവനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ? ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒരു കോലം പിടിച്ചുകൊണ്ട് ബ്ലോഗറാന്ന് പറഞ്ഞ് എന്റെ പുറകെ എന്തിനാണ് ഇത് നടക്കുന്നത്? അവനാണോ ചേച്ചി നടക്കുന്നത്? മീഡിയക്കാരാണ് നടക്കുന്നത്. ഓരോരുത്തരെ വിളിച്ചിട്ട് നെഗറ്റീവ് കമന്റ് കൊടുക്കണം, കുഴപ്പമില്ലെന്നൊക്കെ പറയുന്ന നിങ്ങൾക്ക് ഈ മീഡിയക്കാർ അവസാനം പണി തന്നത്. അവരെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും, ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് ചേച്ചിയെ കുറ്റം പറയുന്ന ഒത്ര പേര്, ഞാൻ പേര് സഹിതം പറഞ്ഞു, ലേച്ചു, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് അതുലിനെ വിളിക്കുന്നത്? കാരണം അവൻ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ 18ന്റെ പണി കിട്ടുന്ന സാധനങ്ങളാണ്. അവസാനം ഇവർക്ക് ആദ്യം ഭർത്താവുണ്ടെന്ന് അറിഞ്ഞു, വെൽറെ ബിനുവിന്റെ കാര്യം. അങ്ങനെ ഇപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലായല്ലോ. ചേച്ചി എന്താണെന്ന് വെച്ചാൽ ചെയ്യും, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക. ബൈ, ലവ് യു ഓൾ.